വെൽക്കം ടു ബയോ ക്ലാസ്. ഞാൻ അജിത CJ. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാനായി പോകുന്നത് ഒലിഗോസാക്രൈഡ്സുകളിൽ വരുന്ന ഡൈസാക്രൈഡുകളുടെ ഇമ്പോർട്ടൻറ്റ് കോമ്പൗണ്ട്സുകളാണ്. ഒരുപാട് കോമ്പൗണ്ട്സ് ഡൈസാക്രൈഡ്, ട്രൈസാക്രൈഡ്, ടെട്രാസാക്രൈഡ്സ് ഇതെല്ലാം ഒലിഗോസാക്രൈഡ്സിലാണ് വരുന്നത്. അതിനകത്ത് ഡൈസാക്രൈഡുകളുടെ മേജർ കോമ്പൗണ്ട്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അതായത് നമ്മുടെ നിത്യജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കോമ്പൗണ്ടുകളെ കുറിച്ചിട്ടാണ് നമ്മളിവിടെ പറയുന്നത്. അതിൽ ആദ്യം വരുന്നത് സുക്രോസ് ആണ്. സുക്രോസ് എന്ന് പറയുന്നത് ടേബിൾ ഷുഗർ, അതേപോലെ തന്നെ കെയിൻ ഷുഗർ, അതായത് നമ്മുടെ കരിമ്പിൽ കാണുന്നത് കൊണ്ട് കെയിൻ ഷുഗർ എന്നൊക്കെ അറിയപ്പെടുന്നതാണ് സുക്രോസ് എന്ന് പറയുന്നത്. ഇത് മെയിനായിട്ടും ഫോം ചെയ്തിരിക്കുന്നത് ആൽഫ ഡി ഗ്ലൂക്കോസ് ആൻഡ് ബീറ്റ ഡി ഫ്രക്ടോസ് ചേർന്നിട്ടാണ്. അപ്പോൾ 2 യൂണിറ്റുകളാണ് ഇതിനകത്ത് വരുന്നത്. ഒന്ന് ഡി ഗ്ലൂക്കോസും അതേപോലെ തന്നെ ഡി ഫ്രക്ടോസും. ഇത് രണ്ടും കൂടെ ചേർന്നിട്ടുള്ള ഒരു ഡൈസാക്രൈഡ് ആണ് സുക്രോസ് എന്ന് പറയുന്നത്. അപ്പോൾ ഗ്ലൂക്കോസ് പ്ലസ് ഫ്രക്ടോസ് ഓർത്ത് വയ്ക്കുക കേട്ടോ. സിമ്പിളായിട്ട് വന്നു കഴിഞ്ഞാൽ അത് ഓർത്ത് വയ്ക്കുക, ഗ്ലൂക്കോസ് പ്ലസ് ഫ്രക്ടോസ്. It is the common sugar and widely distributed in photosynthetic plants. അപ്പോൾ ഫോട്ടോസിന്തറ്റിക് പ്ലാന്റ്സിൽ മേജർ ആയിട്ടും സുക്രോസ് എന്ന് പറയുന്ന ഒരു ഫോമിലായിരിക്കും ഇത് കാണുന്നുണ്ടാവുക. ഡൈസാക്രൈഡ് ഫോമിലാണ് സുക്രോസ് എന്ന് പറയുന്ന ഡൈസാക്രൈഡ് ഫോമിലാണ് ഫ്രൂട്ട്സിലൊക്കെ കാണുന്ന ഫ്രക്ടോസിൻ്റെ പോലെ തന്നെ വരുന്നതാണ്. ഫോട്ടോസിന്തറ്റിക് ആയിട്ടുള്ള പ്ലാന്റ്സിലാണ് ഈ സുക്രോസ് കൂടുതലായിട്ടും കാണുന്നത്. ഇറ്റ് ഈസ് ഫൗണ്ട് ഇൻ ഷുഗർ കെയിൻ, ബീറ്റ്റൂട്ട്, ആപ്പിൾ, പൈനാപ്പിൾ, ക്യാരറ്റ്, റൈപ്പ് ഫ്രൂട്ട്സ് ഇതിലൊക്കെ കാണുന്നതാണ് സുക്രോസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ സുക്രോസ് ഓൺ ഹൈഡ്രോളിസിസ് ബൈ ഡൈല്യൂട്ട് ആസിഡ്സ് ഓർ എൻസൈം ഇൻവെർട്ടേസ്. ഓക്കെ, അപ്പോൾ സുക്രൈസ് അല്ലെങ്കിൽ ഇൻവെർട്ടേസ് എന്ന് പറയുന്ന എൻസൈമാണ് സുക്രോസിനെ ഹൈഡ്രോലൈസ് ചെയ്യുന്നത്. ആൻഡ് ഗിവ് ഇൻവേർട്ട് ഷുഗർ. ഇറ്റ് ഈസ് ദ മിക്സ്ചർ ഓഫ് ഗ്ലൂക്കോസ് ആൻഡ് ഫ്രക്ടോസ്. അപ്പം ഇവിടെ ഒരു ഇൻവേർട്ട് ഷുഗറിനെയാണ് ഈ എൻസൈമിൻ്റെ ആക്ടിവിറ്റി അല്ലെങ്കിൽ ഇൻവെർട്ടൈസിൻ്റെ ആക്ടിവിറ്റിക്ക് ശേഷം കിട്ടുന്ന. ഗ്ലൂക്കോസ് ഒരു ഡെക്സ്റ്റോ റൊട്ടേറ്ററി ആണ്, ഫ്രക്ടോസ് ഒരു ലീവോ റൊട്ടേറ്ററി ആണ്. ദർ ഈസ് എൻ ഇൻവേർഷൻ ഓഫ് സൈൻ ഓഫ് റൊട്ടേഷൻ. ദിസ് പ്രോസസ് കോൾഡ് ഇൻവേർഷൻ ആൻഡ് ദ മിക്സ്ചർ ഈസ് കോൾഡ് ഇൻവേർട്ട് ഷുഗർ. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ഇൻവേർഷൻ നടക്കും മൊത്തം മിക്സ്ചറിൽ. അപ്പം അവിടെ ഒരു ഇൻവേർഷൻ ഷുഗർ ആണ് നമുക്ക് കിട്ടുക, അല്ലെങ്കിൽ ഇൻവേർഷൻ മിക്സ്ചർ ആണ് കിട്ടുക. അതുകൊണ്ട് അതിനെ ഇൻവേർട്ട് ഷുഗേഴ്സ് എന്ന് പറയാം. കാരണം രണ്ട് റൊട്ടേറ്ററി ആയതുകൊണ്ട്. ഗ്ലൂക്കോസ് ഡെക്സ്റ്റോ റൊട്ടേറ്ററി ആണ്, ഫ്രക്ടോസ് ലീവോ റൊട്ടേറ്ററി ആണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് വരുമ്പോൾ ഒരു ഇൻവേർഷൻ നടക്കും. അതുകൊണ്ട് തന്നെ സുക്രോസിനെ ഇൻവേർട്ട് ഷുഗേഴ്സ് എന്നാണ് പറയാം. ഷുഗർ ഈസ് ഫോംഡ് ബൈ ദി കോമ്പിനേഷൻ ഓഫ് ഡി ഗ്ലൂക്കോസ് ആൻഡ് ബീറ്റ ആൽഫ ഗ്ലൂക്കോസ് ആണ് കേട്ടോ. ആൽഫ ഡി ഗ്ലൂക്കോസ് ആൻഡ് ബീറ്റ ഡി ഫ്രക്ടോസ് വിത്ത് ദി എലിമിനേഷൻ ഓഫ് മോളിക്യൂൾ ഓഫ് വാട്ടർ. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ഗ്ലൈക്കോസിഡിക് ബോണ്ട് ഫോം ചെയ്യുന്ന സമയത്ത് എന്ത് വരും, ഒരു വാട്ടർ മോളിക്യൂളിനെ എലിമിനേറ്റ് ചെയ്യും. ഇനി ഫ്രക്ടോസിനെ നോക്കുകയാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ലാക്ടോസ്, മാൾട്ടോസ്, ഗ്ലൂക്കോസ് എന്തിനേയും നോക്കുകയാണെങ്കിലും അതിനേക്കാളും വളരെ കൂടുതലായിട്ടുള്ള സ്വീറ്റ് ടേസ്റ്റ് ആയിട്ടുള്ളതാണ് സുക്രോസ് എന്ന് പറയുന്നത്. ഓക്കെ, സുക്രോസ് ഡസ് നോട്ട് പോസസ് മ്യൂട്ടാ റൊട്ടേഷൻ ആൻഡ് ഇറ്റ് ഈസ് നോട്ട് എ റെഡ്യൂസിങ് ഷുഗർ. അപ്പോൾ ഇതൊരു മ്യൂട്ടാ റൊട്ടേഷൻ പ്രോസസ് ചെയ്യാത്തത് കൊണ്ട് ഇതൊരു റെഡ്യൂസിങ് ഷുഗർ അല്ല. ഇറ്റ് ഈസ് നോട്ട് റിയാക്റ്റീവ്, അത്രയധികം റിയാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഷുഗർ അല്ല സുക്രോസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത് റെഡ്യൂസിങ് ഷുഗർ അല്ല. മ്യൂട്ടാ റൊട്ടേഷൻ ഇതിനകത്ത് കാണുന്നില്ല, അതുകൊണ്ട് ഇത് റെഡ്യൂസിങ് ഷുഗർ അല്ല. പിന്നെ കമ്പാരിറ്റീവ്ലി സ്വീറ്റ്നെസ് കൂടുതലായിരിക്കും. ഗ്ലൈക്കോസിഡിക് ബോണ്ട് ഫോം ചെയ്തിട്ടാണ് അത് ഉണ്ടാവുന്നത്. ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡൈസാക്രൈഡ് ആണ് ലാക്ടോസ് എന്ന് പറയുന്നത്. പ്യുവർലി എനിമൽ ഒറിജിൻ ആയിട്ടുള്ള ഒരു ഡൈസാക്രൈഡ് ആണ് ലാക്ടോസ് എന്ന് പറയുന്നത്. കോമൺ ആയിട്ട് പറയുന്നത് മിൽക്ക് ഷുഗർ എന്നാണ്. മാമൽസിൻ്റെ മിൽക്കിൽ കാണുന്ന ഒരു ഡൈസാക്രൈഡ് ആണ് ലാക്ടോസ് എന്ന് പറയുന്നത്. ഇത് മാമറി ഗ്ലാൻഡിലാണ് മെയിനായിട്ടും കാണുന്നത്. ഇനി ഇത് ഓൾസോ ഫൗണ്ട് ഇൻ യൂറിൻ ഡ്യൂറിങ് പ്രഗ്നൻസി. അപ്പം പ്രഗ്നൻസിയുടെ സമയത്ത് യൂറിനിൽ എന്ത് കാണപ്പെടുന്നുണ്ട്, ലാക്ടോസ് കാണുന്നുണ്ട്. ഓർമ്മ വെക്കണം, ഇതൊരു എക്സെപ്ഷണൽ കാര്യമാണ്. പ്രഗ്നൻസിയുടെ സമയത്ത് യൂറിനിൽ ലാക്ടോസ് കാണപ്പെടുന്നു. നമ്മൾ നേരത്തെ ഫ്രക്ടോസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സെമിനൈൽ പ്ലാസ്മയിൽ കാണുന്ന ഒരു കാർബോഹൈഡ്രേറ്റ് ആണ് ഫ്രക്ടോസ്. അതേപോലെ തന്നെ പ്രഗ്നൻസിയുടെ സമയത്ത് യൂറിനിൽ കാണുന്ന ഒരു ഡൈസാക്രൈഡ് ആണ് ലാക്ടോസ് എന്ന് പറയുന്നത്. ഇനി ഈ ലാക്ടോസ് ഫോം ചെയ്തിരിക്കുന്നത് ഗാലക്ടോസും ഗ്ലൂക്കോസും കൂടെ ചേർന്നിട്ടാണ്. അപ്പോൾ ഗാലക്ടോസും
പ്ലസ് ഗ്ലൂക്കോസും കൂടെ ചേർന്നിട്ടാണ് ലാക്ടോസ് ഫോം ചെയ്തിരിക്കുന്നത്. ദെൻ ഇത് തമ്മിൽ ജോയിൻ ചെയ്തിരിക്കുന്നത് ഓഫ് കോഴ്സ് ഗ്ലൈക്കോസിഡിക് ബോണ്ട് വെച്ചിട്ടായിരിക്കും, കാരണം ഇതൊരു കാർബോഹൈഡ്രേറ്റ് ആയതുകൊണ്ട് ഗ്ലൈക്കോസിഡിക് ബോണ്ട് ആയിരിക്കും. ദെൻ ഇത് കമ്പാരിറ്റീവ്ലി ലെസ് സോലുബിൾ ഇൻ വാട്ടർ ആണ്, കുറച്ചും കൂടി സ്വീറ്റ്നെസ് കുറവായിരിക്കും സുക്രോസിനെ വെച്ച് നോക്കുമ്പോൾ. സിമ്പിളായി ആലോചിച്ചാൽ മതി, പഞ്ചസാരയും പാലും എടുത്തു കഴിഞ്ഞാൽ ഏതിനാണ് മധുരം ഉണ്ടാവുക? പഞ്ചസാരയ്ക്കായിരിക്കും. അത്ര തന്നെ ഡിഫറൻസ് ഉള്ളത് കേട്ടോ. ദെൻ മ്യൂട്ടാർ റൊട്ടേഷൻ എക്സിബിറ്റ് ചെയ്യുന്നുണ്ട്. Then due to the presence of carbonyl group on the carbon atom of one glucose unit. ഓക്കെ, അപ്പം ഇത് മ്യൂട്ടാർ റൊട്ടേഷൻ കാണിക്കുന്നുണ്ട്. അതിൻ്റെ കാരണം ഇതിനകത്ത് ഗ്ലൂക്കോസ് യൂണിറ്റ് ഉണ്ട്. അപ്പം നമ്മൾ പറഞ്ഞു ഗ്ലൂക്കോസ് മ്യൂട്ടാർ റൊട്ടേഷൻ കാണിക്കുന്നുണ്ട്. ഗ്ലൂക്കോസ് പ്ലസ് ഗാലക്ടോസ് ആണ് നമ്മുടെ നമ്മുടെ ലാക്ടോസ്. ഗ്ലൂക്കോസ് പ്ലസ് ഗാലക്ടോസ് ആണ് ലാക്ടോസ് എന്ന് പറയുന്നത്. അപ്പം ഇതിനകത്ത് ഗ്ലൂക്കോസ് ഉള്ളത് കൊണ്ട് ഗ്ലൂക്കോസ് ഡെക്സ്ട്രോ റൊട്ടേഷൻ കാണിക്കുന്നതാണ്. അപ്പോൾ ഡെക്സ്ട്രോ റൊട്ടേഷൻ കാണിക്കുന്നത് കൊണ്ട് തന്നെ ഇത് എന്ത് കാണിക്കുന്നത്? മ്യൂട്ടാർ റൊട്ടേഷൻ കാണിക്കുന്നുണ്ട് അല്ലേ. ദെൻ എൻസൈം ലാക്ടേസ് ആണ് ലാക്ടോസിനെ ഹൈഡ്രോലൈസ് ചെയ്യുന്നത്. എന്നിട്ട് കിട്ടുന്നത് എന്തായിരിക്കും? ഗ്ലൂക്കോസ് ആൻഡ് ഗാലക്ടോസ് ആയിരിക്കും. അപ്പോൾ ലാക്ടേസ് ആണ് ലാക്ടോസിന്. ഇതെല്ലാം നമുക്ക് അറിയുന്ന കാര്യമാണ്, ഒന്നും കൂടി റിവൈസ് ചെയ്യണമെന്നേ ഉള്ളൂ. ഇനി നമ്മുടെ ഇൻഫൻസിൻ്റെ കേസിൽ നോക്കുകയാണെങ്കിൽ അവരുടെ ഇൻഡസ്റ്റൈനിൽ എന്തുണ്ടായിരിക്കും? ലാക്ടോസ് ഉണ്ടായിരിക്കും. ഇതാണ് ലാക്ടോസിനെ ഗ്ലൂക്കോസായിട്ടും ഗാലക്ടോസായിട്ടും കൺവേർട്ട് ചെയ്യുന്നത്. ദെൻ ഇതിന് ശേഷം മാത്രമാണ് ബോഡിയിലേക്ക് അബ്സോർബ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇനി നമ്മൾ കൂടുതൽ പാല് കുടിച്ചു കഴിഞ്ഞാൽ കുട്ടികൾ ഛർദ്ദിക്കണമെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. കാരണം അവർക്ക് പാല് കൂടുതൽ കുടിച്ചു കഴിഞ്ഞാൽ അത് ഡൈജസ്റ്റ് ചെയ്യാവുന്ന ലെവലിൽ അവരുടെ ഇൻഡസ്റ്റൈനിൽ ലാക്ടേസ് ഉണ്ടാവില്ല. അപ്പം അങ്ങനെ വരുന്ന കണ്ടീഷൻസിൽ അവരിൽ വാട്ടറി ഡയേറിയ, അബ്നോർമൽ ഇൻഡസ്റ്റൈനൽ ഫ്ലോ ആൻഡ് കൊളിക് പെയിൻസ് ഉണ്ടാവും. അപ്പം നമ്മൾ കുട്ടികൾ കൂടുതൽ പാല് കുടിച്ചാൽ തന്നെ അറിയാം, കക്കുക എന്ന് പറയും അല്ലേ. കുട്ടികൾ കക്കണു, മീൻസ് ഛർദ്ദിക്കുന്നു എന്നൊക്കെ പറയും. ഛർദ്ദിക്കലല്ല, അത് കൂടുതൽ എമൗണ്ട് ആയിക്കഴിഞ്ഞാൽ അവരുടെ ബോഡിക്ക് അത് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു അബ്നോർമൽ ഇൻഡസ്ട്രിയൽ ഫ്ലോ ആയിരിക്കും അത് ഉണ്ടാവുക. ഓക്കെ, ദെൻ ഇതാണ് ലാക്ടോസിൻ്റെ സ്ട്രക്ചർ വരുന്നത്. അപ്പോൾ ലാക്ടോസ് β1,4 ഗ്ലൂക്കോസൈഡ് ആണ്. ലിങ്കേജ് എന്ന് പറയുന്നത് β1,4 ഗ്ലൂക്കോസൈഡ് ആണ്. ഓക്കെ, ഗ്ലൂക്കോസൈഡ് 1,4 ഗ്ലൂക്കോസൈഡ് ആയിട്ടാണ് ലിങ്കേജ് വരുന്നത് കേട്ടോ. 1,4 ഗ്ലൂക്കോസൈഡ് ആണ്, β1,4 ഗ്ലൂക്കോസൈഡ് ആണ് ലിങ്കേജ് വരുന്നത്. ദെൻ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോമ്പൗണ്ട് ആണ് മാൾട്ടോസ് എന്ന് പറയുന്നത്. മാൾട്ട് ഷുഗർ എന്ന് പറയുന്നതാണ് മാൾട്ടോസ്. അപ്പം നമ്മൾ ഇതിൻ്റെ കോമൺ പേരുകൾ ഓർത്ത് വെക്കണം കേട്ടോ. ടേബിൾ ഷുഗർ അല്ലെങ്കിൽ ഷുഗർ കെയിനിൽ കാണുന്ന ഷുഗർ ആണ് സുക്രോസ് എന്ന് പറയുന്നത്. മാൾട്ടോസ് മാൾട്ട് ഷുഗർ ആണ്. ലാക്ടോസ് മിൽക്ക് ഷുഗർ ആണ്. അതെല്ലാവർക്കും കോമൺ ആയിട്ട് അറിയുന്ന കാര്യമാണ്. ദെൻ മാൾട്ട് ഫ്രം സ്പ്രൗട്ടിംഗ് ബാർലി ഇസ് ദ മേജർ സോഴ്സ് ഓഫ് മാൾട്ടോസ്. അപ്പോൾ മാൾട്ടോസിൻ്റെ മേജർ സോഴ്സ് എന്ന് പറയുന്നത് ഏതാണ്? ബാർലിയാണ് വരുന്നത്. ദെൻ it is produced during the digestion of starch by the enzyme amylase. അമിലേസിൻ്റെ ഡൈജഷനിലൂടെ സ്റ്റാർച്ചിൽ നിന്നും മാൾട്ടോസ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ദെൻ മാൾട്ടോസ് മെയിനായിട്ടും വരുന്നത് ഗ്ലൂക്കോസ് പ്ലസ് ഗ്ലൂക്കോസ് ആണ്. 2 ഗ്ലൂക്കോസ് യൂണിറ്റുകൾ ചേർന്നിട്ടാണ് മാൾട്ടോസ് ഉണ്ടായിരിക്കുന്നത്. ദെൻ 2 ഗ്ലൂക്കോസ് ആയതുകൊണ്ട് തന്നെ ഇതെന്തായിരിക്കും? റെഡ്യൂസിങ് ഷുഗർ ആയിരിക്കും അല്ലേ. റെഡ്യൂസിങ് ഷുഗർ ആയിരിക്കും. ഫില്ലിംഗ് സൊല്യൂഷനിൽ റെഡ്യൂസ് ചെയ്യും, ടോളറൻസ് റീജൻറ്റിനെയും റെഡ്യൂസ് ചെയ്യും. ദെൻ ദേ ഷോ ദ പ്രസൻസ് ഓഫ് ഫ്രീ ആൽഡിഹൈഡ് ഗ്രൂപ്പ്. അവർക്കൊരു ഫ്രീ ആൽഡിഹൈഡ് ഗ്രൂപ്പ് കാണപ്പെടും. ദെൻ മാൾട്ടോസ് ഈസ് ഫോംഡ് ബൈ ദി റിമൂവൽ ഓഫ് 1 molecule of water. ഇതാണ് ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് എന്ന് പറയുന്നത്. 1 molecule of water from the glycosidic OH group of alpha D glucose and the alcoholic OH group of carbon atom of for another D glucose. നമ്മൾ നേരത്തെ പറഞ്ഞ തന്നെയാണ് ഇവിടെ വരുന്നത് α1,4 ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് ആണ്. ഓക്കെ, നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞത് ബീറ്റ ആണ്. β1,4 ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് ആണ് ലാക്ടോസിൽ. ഇവിടെ വരുന്നത് α1,4 ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് ആണ് വരുന്നത്. α1,4 ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് ആണ്. ഗ്ലൈക്കോസിഡിക് ലിങ്കേജിൻ്റെ സമയത്ത് നമ്മൾ പറഞ്ഞത് ഓർക്കുക, വാട്ടറിനെ എലിമിനേറ്റ് ചെയ്യും. ദെൻ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് സെല്ലോബയോസ് എന്ന് പറയുന്നത്. സെല്ലോബയോസ് ഇത് ഏകദേശം എക്സാക്ട്ലി സിമിലർ ടു എക്സാക്ട്ലി എന്ന് പറയാം, ഏകദേശം ഐഡൻറ്റിക്കൽ ആണ് മാൾട്ടോസുമായിട്ട്. സെല്ലോബയോസ് ഐഡൻറ്റിക്കൽ ആണ്. ബീറ്റ ഡി ഗ്ലൂക്കോസ് ആണ് ഐഡൻറ്റിക്കൽ ആണ്. ഇൻ സെല്ലോബയോസ്
β1,4 ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് ആണ് വരുന്നത്. സെല്ലോബയോസിൽ β1,4 ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് ആയിരിക്കും ഉണ്ടാവുക. β1,4 ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് ആണ് സെല്ലോബയോസിൽ ഉണ്ടാവുക. ഇനി ഇത് വളരെ ലോവർ എമൗണ്ടിൽ, വളരെ ട്രേസ് എമൗണ്ടിലാണ് ഉണ്ടാവുക. ഇത് ഹൈഡ്രോളൈസ് ചെയ്യുമ്പോൾ ഗ്ലൂക്കോസ് കിട്ടും. Then it is released during the digestion of polysaccharide cellulose by the cellulase enzyme. അപ്പോൾ cellulase enzyme ഉപയോഗിച്ച് സെല്ലുലോസിനെ ഡൈജസ്റ്റ് ചെയ്യുന്ന സമയത്താണ് സെല്ലോബയോസ് റിലീസ് ചെയ്യുന്നത്. സെല്ലോബയോസ് എന്ന് പറയുന്നത് ഒരു ഡൈസാക്രൈഡ് ആണ്. അതിലേതായിരിക്കും മാൾട്ടോസുമായിട്ട് സിമിലർ ആയെന്ന് പറയുമ്പോൾ ഗ്ലൂക്കോസ് പ്ലസ് ഗ്ലൂക്കോസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഗ്ലൂക്കോസ് പ്ലസ് ഗ്ലൂക്കോസ് ഉണ്ടാവുന്ന ഒരു ഡൈസാക്രൈഡ് ആണ് സെല്ലോബയോസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പം സെല്ലോബയോസിന്റെ സ്ട്രക്ചറാണ് ഈ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ 2 βD ഗ്ലൂക്കോസുകൾ തമ്മിൽ ജോയിൻ ചെയ്തിട്ടാണ് സെല്ലോബയോസ് വരുന്നത്. ഫസ്റ്റ് കാർബണും 4th കാർബണും കൂടെ ജോയിൻ ചെയ്തിട്ടുള്ള β1,4 ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് ആണ് ഇവിടെ വരുന്നത്. β1,4 ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് ആയിരിക്കും വരിക. അപ്പോൾ നമ്മൾ പറഞ്ഞത് മേജർ ആയിട്ടുള്ള ഡൈസാക്രൈഡുകൾ ഏതൊക്കെയായിരുന്നു? സുക്രോസ് പറഞ്ഞു, ടേബിൾ ഷുഗർ എന്നറിയപ്പെടുന്നു, കെയിൻ ഷുഗർ എന്നറിയപ്പെടുന്നു. ദെൻ സുക്രോസ് എന്ന് പറയുന്നത് എന്താണ്? ഇൻവേർട്ട് ഷുഗർ എന്ന് പറയും. കാരണം 2 കമ്പോണൻറ്റ് വരുന്നതുകൊണ്ട്, ഗ്ലൂക്കോസ് ഫ്രക്ടോസ്. ദെൻ ഇത് ഒരു റെഡ്യൂസിങ് ഷുഗർ അല്ല, നോട്ട് റിയാക്റ്റീവ് ആണ്, അതോർത്ത് വയ്ക്കുക. ലാക്ടോസ് മിൽക്ക് ഷുഗർ ആണ്. ഇതിൽ ഗ്ലൂക്കോസും ഗാലക്ടോസും ആണ് വരുന്നത്. ദെൻ ഗ്ലൂക്കോസ് ആൻഡ് ഗാലക്ടോസിനെ ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ലാക്ടോസിനെ ഹൈഡ്രോലൈസ് ചെയ്യുന്നത് ലാക്ടേസ് എന്ന് പറയുന്ന എൻസൈം ആയിരിക്കും ഉണ്ടാവുക. മ്യൂട്ടോ റൊട്ടേഷൻ കാണിക്കുന്നുണ്ട് ബിക്കോസ് ഓഫ് ദി പ്രസൻസ് ഓഫ് ഗ്ലൂക്കോസ്. ദെൻ കുട്ടികളിൽ ഈ ഒരു എൻസൈം ന്യൂ ബോൺ ബേബിയിൽ കാണപ്പെടും. ഏത് എൻസൈമാണ്? ലാക്ടേസ്, ബിക്കോസ് അവരുടെ ഫുഡ് ലാക്ടോസ് ആയതുകൊണ്ട്. ദെൻ അടുത്തതാണ് മാൾട്ടോസ്. മാൾട്ടോസ് എന്ന് പറയുന്നത് മാൾട്ട് ഷുഗർ ആണ്. ബാർലിയിലാണ് ഇത് കൂടുതലായിട്ടും കാണുന്നത്. ഇത് ഉണ്ടാവുമ്പോൾ പ്രധാനമായിട്ടും സ്റ്റാർച്ചിനെ അമിലൈസ് വെച്ചിട്ട് ഡൈജസ്റ്റ് ചെയ്യുമ്പോഴാണ് ഉണ്ടാവുന്നത്. ദെൻ ഇതൊരു റെഡ്യൂസിങ് ഷുഗർ ആണ്, ബിക്കോസ് മാൾട്ടോസിൻ്റെ യൂണിറ്റുകൾ എന്ന് പറയുന്നത് ഡി ഗ്ലൂക്കോസ് ആണ്. അതുകൊണ്ട് ഇതൊരു റെഡ്യൂസിങ് ഷുഗർ ആയിട്ടാണ് വരിക. അടുത്തത് സെല്ലോബയോസ് ട്രേസ് എമൗണ്ടിൽ കാണുന്നതാണ്. ഇത് ഏകദേശം നമ്മുടെ മാൾട്ടോസുമായിട്ട് സിമിലർ ആയിരിക്കും. സെല്ലുലേസ് എൻസൈം വെച്ചിട്ട് ഡൈജസ്റ്റ് ചെയ്യുന്ന സമയത്ത് റിലീസ് ചെയ്യുന്നതാണ് സെല്ലോബയോസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? ദെൻ നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് പോളിസാക്രൈഡ്സ് ആണ്. പോളിഗോസാക്രൈഡ്സിൽ കുറേ കോമ്പൗണ്ട് ഉണ്ട്, അത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ട്രൈസാക്രൈഡ്സ് എന്താണ്, ഡൈസാക്രൈഡ്സ് എന്താണ്, ടെട്രാസാക്രൈഡ്സ് എന്താണെന്ന് പറഞ്ഞു. അതിനകത്ത് വരുന്ന കോമ്പൗണ്ടുകൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഇനി നമ്മൾ പോകുന്നത് പോളിസാക്രൈഡ്സിലാണ്. പോളിസാക്രൈഡ്സിൽ ഇത് നോൺ ഷുഗേഴ്സ് ആണ്. ഇതിനകത്ത് മോർ ദാൻ 10 മോണോസാക്രൈഡ് മോളിക്യൂൾസ് ഹൈഡ്രോലൈസ് ചെയ്യുമ്പോൾ ഒരു പോളിസാക്രൈഡിനെ ഹൈഡ്രോലൈസ് ചെയ്യുമ്പോൾ മോർ ദാൻ 10 മോണോസാക്രൈഡ് യൂണിറ്റ്സ് കിട്ടും. ദെൻ ഇത് പോളിമറിക് അൺഹൈഡ്രേറ്റ്സ് എന്നാണ് പറയുക. ഇതിനെ പോളിസാക്രൈഡ്സിനെ പോളിമറിക് അൺഹൈഡ്രേറ്റ്സ് എന്ന് പറയും. അൺഹൈഡ്രേറ്റ്സ് ഓഫ് സിമ്പിൾ ഷുഗേഴ്സ് എന്ന് പറയും. ഓക്കെ, പോളിമറൈസ് അൺഹൈഡ്രേറ്റ്സ് ഓഫ് സിമ്പിൾ ഷുഗേഴ്സ് എന്ന് പറയും. പോളിമറിക് അൺഹൈഡ്രേറ്റ്സ് ഓഫ് സിമ്പിൾ ഷുഗേഴ്സ്. ഇനി പോളിസാക്രൈഡ്സിന്റെ പ്രോപ്പർട്ടീസ് പറയുമ്പം പോളിസാക്രൈഡ്സ് ആർ മാക്രോ മോളിക്യൂൾ മെയ്ഡ് അപ്പ് ഓഫ് സെവറൽ മോണോസാക്രൈഡ്സ്. ഇതൊരു മാക്രോ മോളിക്യൂളാണ്, സിമ്പിൾ ലാർജ് വരുന്നു. മാക്രോ മോളിക്യൂൾസ് എന്ന് പറയുന്നത് എപ്പോഴും ഹയർ മോളിക്കുലർ വെയിറ്റ് ഉണ്ടാവും. ഇതിന്റെ മോളിക്കുലർ വെയിറ്റ് എന്ന് പറയുന്നത് 50 ലാഖിൻ്റെ അടുത്ത് വരുന്നുണ്ട്. ദേ ഡു നോട്ട് ഹാവ് സ്വീറ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, then they dissolve in boiling water forming colloids. ഇത് ബോയിലിംഗ് വാട്ടറിൽ ഡിസോൾവ് ചെയ്യും. പക്ഷേ നമ്മളുടെ സാധാരണ കോമൺ വാട്ടറിൽ അത് ഡിസോൾവ് ചെയ്യില്ല. നമ്മുടെ കഞ്ഞിവെള്ളത്തിനെ കുറിച്ചിട്ട് ചിന്തിച്ചാൽ മതിയായിരുന്നു. അപ്പം അതിനകത്ത് കൊളോയിഡ്സ് ആയിട്ടാണ് ഫോം ചെയ്യുക. ഇതൊരു അമോർഫസ് സബ്സ്റ്റൻസസ് ആണ്. ദെൻ ഇതിനകത്ത് ഇൻസൊല്യൂബിൾ ഇൻ വാട്ടർ ആണ്. ദെൻ ഇത് ഒപ്പാലൻസസ് ഉണ്ട്. ഇതിൽ കുറേ സബ്സ്റ്റൻസസ് പോളിസാക്രൈഡ്സുകളിൽ കുറേ കളർ ചേഞ്ച്, അതായത് വാട്ടറിൽ കളർ ചേഞ്ച് ആയിട്ട് കാണിക്കും. വാട്ടറിൽ കളർ ചേഞ്ച്ഡ് ആയിട്ടുള്ള സബ്സ്റ്റൻസസ് ആയി കാണിക്കും. വാട്ടറിൽ ഇൻസൊല്യൂബിൾ ആണ്, പക്ഷെ ബോയിലിംഗ് വാട്ടറിൽ അത് സൊല്യൂബിൾ ആയിരിക്കും. സൊല്യൂബിൾ ആയിക്കഴിഞ്ഞാൽ അത് കൊളോയിഡ്സ് ഫോം ചെയ്യും. ദെൻ
പോളിസാക്രൈഡ് സോലുബിൾ ഇൻ വാട്ടർ വരുന്നത് ഒരെണ്ണമാണ്, അത് ഗ്ലൈക്കോജൻ ആണ്. ഗ്ലൈക്കോജൻ മാത്രം വാട്ടറിൽ സൊല്യൂബിൾ ആവും, ബാക്കിയുള്ളതൊന്നും സൊല്യൂബിൾ ആവില്ല, പക്ഷെ ബോയിലിംഗ് വാട്ടറിൽ സൊല്യൂബിൾ ആവും. They do not exhibit any properties of aldehydes and ketones. They are branched and unbranched. അപ്പോൾ അവർക്ക് ഒരു ഫുള്ളായിട്ടുള്ള ഒരു ആൽഡിഹൈഡ്സിൻ്റെയോ കീറ്റോൺസിൻ്റെയോ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് അവർ കാണിക്കില്ല. പിന്നെ ബ്രാഞ്ച്ഡ് ആയിട്ടും അൺബ്രാഞ്ച്ഡ് ആയിട്ടും ഉണ്ടാവും. ദെൻ മൂക്കോപോളിസാക്രൈഡ്സ് ഹാവ് എ മ്യൂക്കസ് കൺസിസ്റ്റൻസി. ഇപ്പോൾ പോളിസാക്രൈഡ്സിൽ വരുന്നതാണ് മൂക്കോപോളിസാക്രൈഡ്സ് എന്ന് പറയുന്നത്. അവർക്ക് മ്യൂക്കസിൻ്റെ, നമ്മുടെ മ്യൂക്കസ് എന്ന് പറഞ്ഞാൽ അറിയാലോ, നമ്മുടെ ഇൻഡസ്റ്റൈനിലായാലും നമ്മുടെ നോസിലായാലും വജൈനയിലായാലും ഉണ്ടാവുന്ന കോട്ടിംഗ് ആണ്, സ്ലൈമി ക്ലോട്ടിംഗ് ആണ് മ്യൂക്കസ് എന്ന് പറയുന്നത്. അപ്പോൾ മ്യൂക്കസ് കൺസിസ്റ്റൻസി നൽകാനായിട്ടുള്ള മെയിൻ ആയിട്ടുള്ള കാരണം മൂക്കോപോളിസാക്രൈഡ്സ് ആണ്. ക്ലിയർ ആയല്ലോ? ദെൻ അടുത്താണ് ക്ലാസിഫിക്കേഷൻ ഓഫ് പോളിസാക്രൈഡ്. പോളിസാക്രൈഡിനെ രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഒന്ന് ഹോമോ പോളിസാക്രൈഡ്, രണ്ടാമത്തത് ഹെട്രോപോളിസാക്രൈഡ്സ്. ഹോമോ എന്ന് പറഞ്ഞാൽ അവ ഏടിൽ തന്നെ ഉണ്ടാവും, സെയിം ആയിട്ടുള്ള മോണോസാക്രൈഡ് യൂണിറ്റുകൾ ഉണ്ടാവും. ദെൻ ഹെട്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള എന്ത് വരും, മോണോസാക്രൈഡ് യൂണിറ്റുകൾ വരും. ഓക്കെ, അപ്പോൾ ഇവിടെ ഹോമോ പോളിസാക്രൈഡ് എന്ന് പറയുന്നത് ഒരു തരത്തിലുള്ള എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ, മോണോസാക്രൈഡ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ, അത് ഞാൻ പറഞ്ഞു. ദെൻ ഇവർ ഹൈഡ്രോലൈസ് ചെയ്യുന്ന സമയത്ത് ഒരു തരത്തിലുള്ള മോണോസാക്രൈഡ്സിനെ മാത്രമേ കിട്ടുള്ളൂ. ഇനി ഹോമോ പോളിസാക്രൈഡ്സിന് എക്സാമ്പിൾ ആണ് സ്റ്റാർച്ച്, ഗ്ലൈക്കോജൻ, സെല്ലുലോസ്, കൈറ്റിൻ. ഓക്കെ, സ്റ്റാർച്ച്, ഗ്ലൈക്കോജൻ, സെല്ലുലോസ്, കൈറ്റിൻ ഓർത്ത് വയ്ക്കുക. സ്റ്റാർച്ച്, ഗ്ലൈക്കോജൻ, സെല്ലുലോസ്, കൈറ്റിൻ എന്ന് പറയുന്നത് ഹോമോ പോളിസാക്രൈഡ് ആണ്. ഹെട്രോ പോളിസാക്രൈഡ്സ് എന്ന് പറയുന്നത് മിക്സ്ചർ ഓഫ് മോണോസാക്രൈഡ്സ് ആയിരിക്കും. ഹൈഡ്രോലൈസ് ചെയ്യുമ്പോൾ മിക്സ്ചർ ഓഫ് മോണോസാക്രൈഡ്സ് ആയിരിക്കും കിട്ടുക. എക്സാമ്പിൾ ഹൈലുറോണിക് ആസിഡ്, കോൺട്രോട്ടോയിൻ, ദെൻ ഹെപ്പാരിൻ, അഗർ അഗർ. ഹൈലുറോണിക് ആസിഡ്, കോൺട്രോട്ടോയിൻ, ഹെപ്പാരിൻ, അഗർ അഗർ ഹെട്രോപോളിസാക്രൈഡ്സ് ആണ്. ദെൻ ഹെട്രോപോളിസാക്രൈഡ്സ് ഇൻക്ലൂഡ്സ് ന്യൂട്രൽ ഷുഗേഴ്സ് ആൻഡ് മൂക്കോപോളിസാക്രൈഡ്സ്. അപ്പോൾ ഹൈലുറോണിക് ആസിഡ്, കോൺട്രോട്ടോയിൻ, ഹെപ്പാരിൻ, അഗർ അഗർ ഒക്കെ ഹെട്രോപോളിസാക്രൈഡ്സിന് എക്സാമ്പിൾ ആണ്. ഹെട്രോപോളിസാക്രൈഡ്സിൽ വരുന്നതാണ് ന്യൂട്രൽ ഷുഗേഴ്സ് ആൻഡ് മൂക്കോപോളിസാക്രൈഡ്സ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് പറയാൻ പോകുന്നത് ഹോമോ പോളിസാക്രൈഡ്സിനെ കുറിച്ചിട്ടാണ്. ഹോമോ പോളിസാക്രൈഡ്സിൻ്റെ ഫസ്റ്റ് എക്സാമ്പിൾ സ്റ്റാർച്ച് ആണ്. സ്റ്റാർച്ച് ഒരു നോൺ ഷുഗർ ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു പോളിസാക്രൈഡുകൾ നോൺ ഷുഗേഴ്സ് ആയിരിക്കും. അതിൻ്റെ സ്റ്റാർച്ചിൻ്റെ മോണോസാക്രൈഡ് യൂണിറ്റ് എന്ന് പറയുന്നത് ഗ്ലൂക്കോസ് ആയിരിക്കും. സ്റ്റാർച്ചിൻ്റെ മോണോസാക്രൈഡ് യൂണിറ്റ് ഗ്ലൂക്കോസസ് ആയിരിക്കും. ഇത് കംപ്ലീറ്റ് ആയിട്ട് ഹൈഡ്രോലൈസ് ചെയ്യുമ്പോൾ നമുക്ക് ഗ്ലൂക്കോസ് ഒബ്റ്റെയിൻ ചെയ്യും. അതുകൊണ്ട് ഇതിനെ ഗ്ലൂക്കൻ എന്നാണ് പറയാം. എന്താ പറയാ? ഗ്ലൂക്കൻ എന്നാണ് പറയാം. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഹൈഡ്രോലൈസ് ചെയ്യുമ്പോൾ സ്റ്റാർച്ച് പ്രൊവൈഡ് ചെയ്യുന്നത് എന്താണ്? ഗ്ലൂക്കോസ് ആണ്. അതുകൊണ്ട് ഇതിനെ ഗ്ലൂക്കൻ എന്ന് പറയും. ഓക്കെ, ദെൻ ഇത് ഒരു റിസർവ് ഫുഡ് മെറ്റീരിയൽ ആണ്. പ്ലാന്റ്സിൻ്റെ റിസർവ് ഫുഡ് മെറ്റീരിയൽ ആണ് സ്റ്റാർച്ച് എന്ന് പറയുന്നത്. ഇത് കൂടുതലായിട്ടും കാണുന്നത് ടാപ്പിയോക്ക, സെറിയൽസ്, ലെഗ്യൂംസ്, പൊട്ടാറ്റോസ് ആൻഡ് അതർ വെജിറ്റബിൾസ്, സാങ്കോ പാംസ്, ആരോ റൂട്ട്സ്, ഇതിലൊക്കെ വളരെയധികമായിട്ട് കാണുന്നതാണ് സ്റ്റാർച്ച് എന്ന് പറയുന്നത്. പൊട്ടാറ്റോ, സീരിയൽസ്, ലെഗ്യൂംസ് അങ്ങനെയുള്ള എല്ലാത്തിലും കാർബ്സ് വരുന്ന കൂടുതലായിട്ട് പ്ലാന്റ് മെറ്റീരിയൽസിലൊക്കെ കൂടുതലായിട്ടും വരുന്നത് സ്റ്റാർച്ച് ആണ്. ഇത് വൈറ്റ് അമോർഫസ് ആണ്, ടേസ്റ്റ്ലെസ് ആണ്, സോഫ്റ്റ് സബ്സ്റ്റൻസസ് ആണ്. ഓക്കെ, ഇതാണ് ഗ്ലൈക്കോസിഡിക് ബോണ്ട് ഫോം ചെയ്തിരിക്കുന്നത്. ഗ്ലൈക്കോസിഡിക് ബോണ്ട് 1,4 ആൽഫ ഗ്ലൈക്കോസിഡിക് ബോണ്ടാണ്. 1,4 ആൽഫ ഗ്ലൈക്കോസിഡിക് ബോണ്ടാണ് ഫോം ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കോൾഡ് വാട്ടറിൽ ഇൻസൊല്യൂബിൾ ആണ്, ആൽക്കഹോളിൽ ഇൻസൊല്യൂബിൾ ആണ്, ആൻഡ് ഈതറിലും ഇൻസൊല്യൂബിൾ ആണ്. ബട്ട് ഫോംസ് എ കൊളോയിഡൽ സൊല്യൂഷൻ ഓൺ ബോയിലിംഗ് വാട്ടർ. അപ്പോൾ തിളച്ച വെള്ളത്തിൽ കൊളോയിഡൽ സൊല്യൂഷൻ, കഞ്ഞിവെള്ളം ഓർത്താൽ മതി അല്ലേ. കഞ്ഞിവെള്ളം എന്ന് പറയുന്നത് സ്റ്റാർച്ച് സൊല്യൂഷൻ ആണ് അല്ലേ. സ്റ്റാർച്ച് കൊളോയിഡ്സ് ആയിട്ട് ഫോം ചെയ്തിരിക്കുന്നതാണ് കഞ്ഞിവെള്ളം എന്ന് പറയുന്നത്. നമ്മൾക്കറിയാം ഈ കഞ്ഞിവെള്ളമൊക്കെ നന്നായിട്ട് ഇതാക്കി കഴിഞ്ഞാൽ അഡ്ഹസീവ് ഒട്ടിക്കാൻ പറ്റാവുന്ന പേസ്റ്റൊക്കെ ആക്കിയിട്ട് മാറ്റാനായിട്ട് പറ്റും. ദെൻ ഇറ്റ്സ് ഗിവ് ഡെക്സ്ട്രീൻസ്. ഓക്കെ, ഡെക്സ്ട്രീൻസ് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്നതാണ് ഡെക്സ്ട്രീൻസ് എന്ന് പറയുന്നത്. സ്റ്റാർച്ചിൻ്റെ ഇൻകംപ്ലീറ്റ് ഹൈഡ്രോളിസിസ് വരുന്ന സമയത്ത് ഉണ്ടാവുന്ന പ്രൊഡക്റ്റാണ് ഡെക്സ്ട്രീൻ എന്ന് പറയുന്നത്. ഇതൊരു അഡ്ഹസീവായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് ഡെക്സ്ട്രീൻസ് കൊടുക്കുന്നുണ്ട്. അത് അവർക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ ചോറ് കൊടുക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട്
ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് ഡെക്സ്ട്രിൻസ് ആണ്. ഡെക്സ്ട്രിൻസ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? ഇൻകംപ്ലീറ്റ് ഹൈഡ്രോളിസിസ് ഓഫ് സ്റ്റാർച്ച് ആണ്. ഓർത്ത് വെക്കണം, ഇൻകംപ്ലീറ്റ് ഹൈഡ്രോളിസിസ് ഓഫ് സ്റ്റാർച്ചിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാവുന്നതാണ് ഡെക്സ്ട്രിൻസ് എന്ന് പറയുന്നത്. അടുത്തത് സ്റ്റാർച്ച് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് 2 സ്ട്രക്ചറലി ഡിഫറെൻറ്റ് ഹോമോ പോളിസാക്കറൈഡ്സ് യൂണിറ്റ്. They are known as amylose and amylopectin. ഓക്കെ, അപ്പം ഇത് രണ്ട് സ്ട്രക്ചറലി ഡിഫറെൻ്റ് ആണ്. ഫോർമുല എല്ലാം കറക്റ്റ് ആണ്, പക്ഷെ സ്ട്രക്ചറലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഹോമോ പോളിസാക്കറൈഡ് യൂണിറ്റ് ചേർന്നിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അത് ഒന്ന് അമൈലോസും രണ്ടാമത്തത് അമൈലോപെക്റ്റിനുമാണ്. അപ്പോൾ സ്റ്റാർച്ച് എന്ന് പറയുന്നത് വിച്ച് ഈസ് ഈക്വൽ ടു അമൈലോസ് ആൻഡ് പ്ലസ് അമൈലോപെക്റ്റിൻ. അമൈലോപെക്റ്റിൻ ഓർത്ത് വെക്കണം. നമ്മൾ ഈ കോമ്പൗണ്ടൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും, പക്ഷെ നമുക്ക് ഇത്രയും ഡീപ്പായിട്ട് പലപ്പോഴും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാവില്ല സ്റ്റാർച്ചിൻ്റെ ഒരു കോമ്പൗണ്ട് ആണോ അമൈലോസ് എന്ന് നമുക്കറിയില്ല. അപ്പോൾ സ്റ്റാർച്ചിൽ ഉണ്ടാവുന്ന യൂണിറ്റുകളാണ് അമൈലോസ് ആൻഡ് അമൈലോപെക്റ്റിൻ എന്ന് പറയുന്നത്. അമൈലോസ് 20% ആയിരിക്കും, അമൈലോപെക്റ്റിൻ 80%. അപ്പോൾ ആയിരിക്കും സ്റ്റാർച്ചിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്നത് അമൈലോപെക്റ്റിൻ ആണ്. ദെൻ ഇതാണ് അമൈലോസ് എന്ന് പറയുന്നത്. ഇത് അൺബ്രാഞ്ചഡ് സ്ട്രക്ചേഴ്സ് ആണ്. കണ്ടോ, അൺബ്രാഞ്ചഡ് സ്ട്രക്ചേഴ്സ് ആണ്. ഹെലിക്സ് ഓഫ് അമൈലോസ് കണ്ടോ, ഇതൊരു അൺബ്രാഞ്ചഡ് സ്ട്രക്ചേഴ്സ് ആയിട്ടാണ് വരുന്നത് അമൈലോസ്. അമൈലോപെക്റ്റിൻ ആണ് കൂടുതലായിട്ട് ഉണ്ടാവുക. ഇത് ബ്രാഞ്ചഡ് ആണ്, ലിങ്ക് ചെയ്തിട്ടുണ്ട്. ലിങ്കിങ് ഫസ്റ്റ് അൺബ്രാഞ്ചഡ് ആയിട്ട് വരുമ്പോൾ ഒന്നത് ആൽഫ 1,4 ഗ്ലൈക്കോസിഡിക് ലിങ്കേജും അടുത്തത് ആൽഫ 1,6 ഗ്ലൈക്കോസിഡിക് ലിങ്കേജും ആയിരിക്കും ഈ രണ്ട് കേസുകളിലും വരുന്നത്. ക്ലിയർ ആയോ? ദെൻ ഇനി ഇത് തമ്മിലുള്ള മേജർ ഡിഫറൻസ്. അപ്പോൾ അമൈലോപെക്റ്റിൻ 80%, ബാക്കി 20% ആണ് അമൈലോസ് സ്റ്റാർച്ചിൽ വരുന്നത്. ഇത് അൺബ്രാഞ്ചഡ് ആണ്. അമൈലോസ് അൺബ്രാഞ്ചഡ് ആണ്, അമൈലോപെക്റ്റിൻ ബ്രാഞ്ചഡ് ചെയിൻ ആണ്. നമ്മൾ ഫിഗറിൽ കണ്ട പോലെ തന്നെ അമൈലോസ് അൺബ്രാഞ്ചഡ് ആണ്, അമൈലോപെക്റ്റിൻ ബ്രാഞ്ചഡ് സ്ട്രക്ചേഴ്സ് ആണ്. വാട്ടറിൽ സൊല്യൂബിൾ ആണ് അമൈലോസ്, അമൈലോപെക്റ്റിൻ വാട്ടറിൽ ഇൻസൊല്യൂബിൾ ആണ്. അമൈലോസ് ആൽഫ 1,4 ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് ആണ്. അമൈലോപെക്റ്റിൻ ബ്രാഞ്ചഡ് ആയതുകൊണ്ട് 2 ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് വരുന്നുണ്ട്. ആൽഫ 1,4 ഗ്ലൈക്കോസിഡിക് ലിങ്കേജും ആൽഫ 1,6 ഗ്ലൈക്കോസിഡിക് ലിങ്കേജും വരുന്നുണ്ട്. എങ്ങനെയൊക്കെയാണ്? ആൽഫ 1,4 ഗ്ലൈക്കോസിഡിക് ലിങ്കേജും ആൽഫ 1,6 ഗ്ലൈക്കോസിഡിക് ലിങ്കേജും അമൈലോപെക്റ്റിനിൽ വരുന്നുണ്ട്. ദെൻ അമൈലോസിൽ ഇറ്റ്സ് ഈസിലി ഡിസ്പോസ്ഡ് ഇൻ വാട്ടർ ആണ്. അമൈലോപെക്റ്റിൻ ഇറ്റ്സ് നോട്ട് ഈസിലി ഡിസ്പോസ്ഡ് ഇൻ വാട്ടർ ആണ് അമൈലോപെക്റ്റിൻ. Then it's give blue color, that is amylose give blue color with iodine. പൊതുവേ നമ്മൾ എന്താ പറയുക, സ്റ്റാർച്ച് ബ്ലൂ കളർ കൊടുക്കുന്നതാണ്. അപ്പോൾ സ്റ്റാർച്ചിലെ 2 കമ്പോണൻസ് ഉണ്ട്. അത് അമൈലോസ് ആണെങ്കിൽ അത് ബ്ലൂ കളറും, അമൈലോപെക്റ്റിൻ സെപ്പറേറ്റ് ആണെങ്കിൽ അത് പർപ്പിൾ കളറും ആണ്. ഇനി എല്ലാ സ്റ്റാർച്ച് മാത്രമായിട്ട് നമ്മൾ എടുത്ത് ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ് ബ്ലൂ കളർ ആയിരിക്കും അയഡിനുമായിട്ടുള്ള റിയാക്ഷനിൽ കിട്ടുക. നമുക്കറിയാവുന്നതാണല്ലോ സ്റ്റാർച്ചിൻ്റെ ടെസ്റ്റിൽ എന്താ കിട്ടുക, ബ്ലൂ കളർ. പക്ഷേ ഈ അമൈലോസിന് ബ്ലൂ കളറും അമൈലോപെക്റ്റിന് പർപ്പിൾ കളറും ആണ് വരുന്നത്. അമൈലോപെക്റ്റിൻ 80% ആണ് സ്റ്റാർച്ചിൽ കാണുക, അമൈലോസ് 20% ആണ്. ബ്രാഞ്ച് ചെയിൻസ് ആണ് അമൈലോപെക്റ്റിൻ, അൺബ്രാഞ്ചഡ് ചെയിൻസ് ആണ് അമൈലോസ്. ഓർത്ത് വയ്ക്കുക കേട്ടോ, അത് ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വയ്ക്കുക. അടുത്തതാണ് ഗ്ലൈക്കോജൻ എന്ന് പറയുന്നത്. അപ്പോൾ ഗ്ലൈക്കോജൻ ഒരു ഹോമോ പോളിസാക്കറൈഡ് ആണ്. ഇത് ഗ്ലൈക്കോജൻ ഉണ്ടാവുന്നത് ഗ്ലൂക്കോസ് പ്ലസ് ഗ്ലൂക്കോസിൻ്റെ ആണ് മോണോസാക്കറൈഡ് യൂണിറ്റ് എന്ന് പറയുന്നത്. നമുക്കിതറിയാം, എനിമൽ സ്റ്റാർച്ച് എന്ന് പറയുന്നതാണ് അല്ലേ. എനിമൽ സ്റ്റാർച്ച് എന്ന് പറയുന്നതാണ് നമ്മൾ സിമ്പിളായിട്ട് പഠിച്ചിട്ടുള്ളതാണ്. എനിമൽ സ്റ്റാർച്ച് ആണ് ഗ്ലൈക്കോജൻ എന്ന് പറയുന്നത്. ഇത് കൂടുതലായും ലിവറിലും മസിൽസിലും ആണ്, എനിമൽസിൻ്റെ ലിവറിലും മസിൽസിലും ആണ് മെയിനായിട്ടും സ്റ്റോർ ചെയ്യുന്നത്. പക്ഷെ ചില പ്ലാന്റ്സിൽ ഇത് കാണുന്നുണ്ട്, ഫംഗയിലും ഈസ്റ്റിലും കാണുന്നുണ്ട്, പ്ലാന്റ്സിൽ കാണുന്നുണ്ട്, ഫംഗയിലും ഈസ്റ്റിലും കാണുന്നുണ്ട്. Among the plants it's found in fungi and yeast which are devoid of chlorophyll. So ഫംഗയിലും അതേപോലെ തന്നെ ഈസ്റ്റിലും ഇത് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഫംഗസ് തന്നെയാണ് ഈസ്റ്റ്, ഫംഗസിലും ഈസ്റ്റിലും ചില പ്ലാന്റ്സിലും ഇത് കാണുന്നുണ്ട്. Then it's white powder, it's readily dissolved in water and it give red color in iodine. Okay, red color in iodine provide ചെയ്യുന്നതാണ് ഏത് നമ്മുടെ ഗ്ലൈക്കോജൻ. ഓക്കെ, അപ്പോൾ ബ്ലൂ കളർ സ്റ്റാർച്ച് പ്രൊവൈഡ് ചെയ്യുമ്പോൾ റെഡ് കളർ പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഗ്ലൈക്കോജൻ എന്ന് പറയുന്നത്. ഇതൊരു നോൺ റെഡ്യൂസിങ് ഷുഗർ ആണ്, റെഡ് കളറാണ് കൂൾ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുക. Then liver glycogen supplies glucose to all tissues through the blood. Okay, നമുക്കറിയാം
ലിവറാണ് ഗ്ലൂക്കോസിനെ പ്രൊവൈഡ് ചെയ്യുന്നത്. ലിവറിലുള്ള ഗ്ലൈക്കോജൻ ആണ് പിന്നീട് ആവശ്യം വരുമ്പോൾ ഗ്ലൂക്കോസിനെ പ്രൊവൈഡ് ചെയ്യുന്നത്. കാരണം ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനായിട്ട് ലിവറിലാണ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. Then blood always contain 1% of glucose. When it is exceeds 1%, the excess glucose is transported to liver and converted into glycogen by the process of glycogenesis. Okay, അപ്പോൾ നമ്മൾ ഫിസിയോളജിയിൽ പഠിച്ചതാണല്ലേ ഗ്ലൈക്കോജെനസിസ് എന്ന് പറയുന്നത്. എന്താണ് ഗ്ലൈക്കോജെനസിസ് എന്ന് പറയുന്നത്? ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജൻ ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യുന്നത് ഗ്ലൈക്കോജൻ. അപ്പോൾ ഗ്ലൈക്കോജൻ ഏതൊരു കണ്ടീഷനിലാണ് ഉണ്ടാവുക? നമ്മുടെ ബ്ലഡിലുള്ള മൊത്തം ഗ്ലൂക്കോസിൻ്റെ അളവ് 1%-നേക്കാളും കൂടുതലായിട്ട് എക്സീഡ് ചെയ്യുമ്പോൾ ബ്ലഡിൽ നിന്ന് ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജൻ ആക്കിയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ലിവറിൽ അത് സ്റ്റോർ ചെയ്ത് വെക്കും. ഓക്കെ, ദെൻ ബ്ലഡ് ഷുഗർ ലെവൽ 1%-നേക്കാളും കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് നടക്കും? ഗ്ലൈക്കോജിനോലൈസിസ് നടക്കും. ബ്രേക്ക് ഡൗൺ ഓഫ് ഗ്ലൈക്കോജിനോലൈസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ബ്രേക്ക് ഡൗൺ ഓഫ് ഗ്ലൂക്കോസ് നടക്കും അല്ലേ? ബ്രേക്ക് ഡൗൺ ഓഫ് ഗ്ലൈക്കോജൻ ആണ് ഗ്ലൈക്കോജിനോലൈസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ബ്രേക്ക് ഡൗൺ ഓഫ് ഗ്ലൈക്കോജൻ ആണ് ഗ്ലൈക്കോജിനോലൈസിസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ജിനോലൈസിസ് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രേക്ക് ഡൗൺ, ജെനസിസ് പറഞ്ഞാൽ സിന്തസിസ്. അത് ഓർത്ത് വെക്കുക കേട്ടോ. അപ്പോൾ ചിലവരൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് +2 ക്ലാസ്സുകളൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നവർക്കാണെങ്കിൽ ഈ വേർഡുകളൊക്കെ വളരെ അറിയുന്നതായിരിക്കും. പക്ഷേ പുതിയതായിട്ട് പഠിക്കുക, അപ്പോൾ +2 ക്ലാസ്സുകൾ വലിയ ടച്ചൊന്നും ഇല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ പുതിയൊരു വേർഡ് പോലെയൊക്കെ തോന്നും. സാരമില്ല, സിമ്പിളാണ്, ഒന്നുമില്ല. ഗ്ലൈക്കോജെനസിസ് എന്ന് പറയുന്നത് ഗ്ലൂക്കോസ് ഗ്ലൈക്കോജനാക്കി മാറ്റുകയാണ്. ദെൻ ഗ്ലൈക്കോജിനോലൈസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലൈക്കോജനെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് എന്താക്കി മാറ്റാണ്? ഗ്ലൂക്കോസ് ആക്കി മാറ്റാണ് കേട്ടോ. ഇത് ബ്ലഡ് ഗ്ലൂക്കോസിൻ്റെ അളവ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നടക്കുക. ഇത് ഏത് ഹോർമോൺസിൻ്റെ പ്രസൻസിലാണ് ഗ്ലൈക്കോജെനസിസ് നടക്കുന്നത്? ഇൻസുലിൻ്റെ പ്രസൻസിലും. ഗ്ലൈക്കോജെനസിസ് നടക്കുന്നത് ഇൻസുലിൻ്റെ പ്രസൻസിലും, ഗ്ലൈക്കോജിനോലൈസിസ് നടക്കുന്നത് ഗ്ലൂക്കോഗോണിൻ്റെ പ്രസൻസിലുമാണ് നടക്കുക കേട്ടോ. ഫിസിയോളജിയിൽ ഇത് പഠിച്ചതായിരിക്കും, ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിച്ചു എന്നേ ഉള്ളൂ കേട്ടോ. Then muscle glycogen is utilized as the energy source during muscle contraction. ഇപ്പോൾ മസിൽ ഗ്ലൈക്കോജനെ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക? മസിൽ കോൺട്രാക്ഷന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക. ഗ്ലൈക്കോജൻ റിസംബിൾസ് ടു amylopectin of starch chemically but differs from molecular weight and degree of branching. amylopectin എന്താണ്? സ്റ്റാർച്ചിൽ കാണുന്ന ബ്രാഞ്ചിങ് ഹോമോപോളിസാക്കറൈഡ്സുകളാണ്. പക്ഷേ അത് ഗ്ലൈക്കോജനുമായിട്ട് റിസംബിളൻസ് ഉണ്ടെങ്കിലും മോളിക്കുലർ വെയ്റ്റിലും ഡിഗ്രി ഓഫ് ബ്രാഞ്ചിങ്ങിലും ഡിഫറൻസ് കാണിക്കുന്നുണ്ട്. അടുത്താണ് സെല്ലുലോസ് എന്ന് പറയുന്നത്. ഇതൊരു ഹോമോപോളിസാക്കറൈഡ് ആണ്. ഇത് ഗ്ലൂക്കോസ് യൂണിറ്റുകളാണ്. അതിലെ മോണോസാക്കറൈഡ്സ് എന്ന് പറയുന്നത് ഗ്ലൂക്കോസ് ആണ് വരുന്നത്. ഇത് ഹൈഡ്രോലൈസ് ചെയ്യാനായിട്ട് ഈസി അല്ല. ഇറ്റ് ഈസ് ഹൈഡ്രോലൈസ്ഡ് ടു ഗ്ലൂക്കോസ് അറ്റ് കോൺസെൻട്രേറ്റഡ് H2SO4 ആൻഡ് കോൺസെൻട്രേറ്റഡ് സോഡിയം ഹൈഡ്രോക്സൈഡ്. അപ്പോൾ ഈ രണ്ട് സബ്സ്റ്റൻസ് അല്ലെങ്കിൽ കോമ്പൗണ്ടിൻ്റെ പ്രസൻസിൽ മാത്രമാണ് സെല്ലുലോസിനെ ഹൈഡ്രോലൈസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സൾഫ്യൂരിക് ആസിഡിൻ്റെയോ അല്ലെങ്കിൽ സോഡിയം ഹൈഡ്രോക്സൈഡിൻ്റെ പ്രസൻസിലാണ് ഇവരെ ഹൈഡ്രോലൈസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ദെൻ നമുക്കറിയാം സെല്ലുലോസ് എവിടെയാണ് കാണുക? പ്ലാന്റ്സിൻ്റെ സെൽ വോളിലാണ്. ഓൾസോ ലിഗ്നിൻ ആൻഡ് കോട്ടൺ, ഇതിലൊക്കെ ഏത് കാണുന്നുണ്ട്? സെല്ലുലോസിൻ്റെ പ്രസൻസ് കാണുന്നുണ്ട്. ദെൻ ഇതിൻ്റെ മോളിക്കുലർ വെയിറ്റ് എന്ന് പറയുന്നത് 2 lakh to 20 lakhൻ്റെ അടുത്തായിരിക്കും വരിക. ഇറ്റ് മേ കണ്ടെയ്ൻ 1200 to 12,500 glucose unit per molecule. It does not give color with iodine. അപ്പോൾ അയഡിനുമായിട്ട് കളർ ഉണ്ടാക്കാത്ത ഒരു പോളിസാക്കറൈഡ് ആണ് സെല്ലുലോസ്. നമ്മൾ പറഞ്ഞു സ്റ്റാർച്ച് ബ്ലൂ കളർ ഉണ്ടാക്കും, ഗ്ലൈക്കോജൻ റെഡ് കളർ ഉണ്ടാക്കും. നമ്മുടെ ബ്ലഡിൽ അല്ലെങ്കിൽ നമ്മുടെ ബോഡിയുടെ കളർ അല്ലെങ്കിൽ നമ്മുടെ ബ്ലഡിൻ്റെ കളറ്, ലിവറിൻ്റെ കളറൊക്കെ ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ ഗ്ലൈക്കോജൻ റെഡ് കളർ ഉണ്ടാക്കും. സെല്ലുലോസ് അയഡിനുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് കളർ ഉണ്ടാക്കില്ല. സെല്ലുലോസ് എപ്പോഴും കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ബേസോ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ആസിഡുകളോ ആയിട്ടേ റിയാക്ട് ചെയ്യുള്ളൂ. ഇറ്റ് ഈസ് നോട്ട് ന്യൂട്രിറ്റീവ് ബിക്കോസ് ഓഫ് ദി ഇനേർട്ട്നെസ് ടുവേർഡ്സ് ദി കെമിക്കൽ റിയാക്ഷൻ. ഇത് നോട്ട് ന്യൂട്രിറ്റീവ് ആണ്. നമുക്ക് ന്യൂട്രീഷൻസ് ഒന്നും പ്രൊവൈഡ് ചെയ്യണില്ല. കാരണം എന്തുകൊണ്ടാണ്? കെമിക്കൽ റിയാക്ഷൻസിൽ അത് പാർട്ടിസിപ്പേറ്റ് ചെയ്യണില്ല. മോസ്റ്റ് പ്രോബബ്ലി അത് ഇനേർട്ട് ആയിരിക്കും. Okay, then cellulose is not digested by
Ruminants like cattle, sheep, goat, camels, giraffe and certain wood-eating insects are able to digest cellulose due to the presence of enzyme cellulase. Okay, അപ്പോൾ അവരുടെ ഡൈജസ്റ്റീവ് ട്രാക്റ്റിലുള്ള എൻസൈം സെല്ലുലോസിനെ ഡൈജസ്റ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ സെല്ലുലോസിനെ ഡൈജസ്റ്റ് ചെയ്തിട്ട് എന്താക്കി മാറ്റും? ഗ്ലൂക്കോസ് ആക്കി മാറ്റും. ഏത് എൻസൈമാണ്? സെല്ലുലേസ്. ഓക്കെ, ഇത് എവിടെയല്ല കാണുക? റുമിനൻസിൽ. അപ്പോൾ റുമിനൻസിൽ സ്പെഷ്യലായിട്ട് കാണുന്ന എൻസൈമാണ് സെല്ലുലേസ്. അത് എന്തിനു വേണ്ടിയിട്ടാ? സെല്ലുലോസിനെ ഡൈജസ്റ്റ് ചെയ്യാനായിട്ട്. ദെൻ ഇത് എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്? സെല്ലുലോസ് പേപ്പർ, മേസർ, കോട്ടൺ, സെല്ലുലോസ് അസറ്റേറ്റ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? സെല്ലുലോസ് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ ഇതാണ് സെല്ലുലോസിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ബീറ്റ ഡി ഗ്ലൂക്കോസ്, β14 ലിങ്കേജ് ആണ് ഇതിനകത്ത് ഉണ്ടാവുക. ഓക്കെ, ബീറ്റ ഡി ഗ്ലൂക്കോസസ് ആണ് വരിക. β14 ലിങ്കേജ് ആണ് സെല്ലുലോസിൽ ഉണ്ടാവുക. ഓക്കെ, ക്ലിയർ? ഞാൻ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോമ്പൗണ്ട് ആണ് കൈറ്റിൻ എന്ന് പറയുന്നത്. കൈറ്റിൻ ഈസ് എ ഇമ്പോർട്ടൻറ്റ് പോളിസാക്കറൈഡ്സ് ഓഫ് ഇൻവെർട്ടിബ്രേറ്റ്സ്. ഇത് മെയിനായിട്ട് ഫോം ചെയ്തിരിക്കുന്നത് N-അസറ്റൈൽ ഗ്ലൂക്കോസാമിൻ വെച്ചിട്ടാണ്. N-അസറ്റൈൽ ഗ്ലൂക്കോസാമിൻ β14 ലിങ്കേജ്. അപ്പോൾ N-അസറ്റൈൽ ഗ്ലൂക്കോസാമിനിൽ കാണുന്ന ലിങ്കേജ് β14 ആണ് കൈറ്റിൻ. ഇത് കൂടുതലായിട്ടും ഇൻവെർട്ടിബ്രേറ്റ്സിലാണ് കാണാം. ദെൻ ഇത് സെല്ലുലോസുമായിട്ട് ഏകദേശം കണക്റ്റഡ് ആണ്. Then alcoholic OH group of carbon atom of 2 of beta D glucose unite is replaced by N-acetyl amino group. N-acetyl amino group. Okay, N-acetyl amino group വെച്ചിട്ട് റീപ്ലേസ് ചെയ്തിരിക്കുകയാണ്. ഏതാണ്? ആൽക്കഹോളിക് OH ഗ്രൂപ്പ് ഓൺ കാർബൺ ആറ്റം 2 ഓഫ് ബീറ്റ ഡി ഗ്രൂക്കോസ്. അപ്പോൾ ബീറ്റ ഡി ഗ്രൂക്കോസിലെ ആൽക്കഹോളിക് OH ഗ്രൂപ്പ് കാർബൺ ആറ്റം 2 കാണുന്ന ആൽക്കഹോളിക് ഗ്രൂപ്പിനെ OH ഗ്രൂപ്പിനെ റീപ്ലേസ് ചെയ്ത് അവിടെ ആരാ വന്നിരിക്കുന്നത്? N-അസറ്റൈൽ അമിനോ ഗ്രൂപ്പ് വന്നിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെ പറയുന്നത് അസറ്റൈൽ ഗ്ലൂക്കോസാമിൻ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, കുറേ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഒന്നാണ്. N-അസറ്റൈൽ ഗ്ലൂക്കോസാമിൻ കൈറ്റിനിൽ കാണുന്നതാണ്. ദെൻ ഇത് കൂടുതലായിട്ട് കാണുന്നത് ഇൻസെക്റ്റിൻ്റെ എക്സോസ്കെൽറ്റനിൽ, ക്രസ്റ്റേഷ്യൻസിൻ്റെ, ഫംഗയുടെ സെൽ വോളിൽ. ഫംഗയുടെ സെൽ വോളിൽ കാണുന്നതാണ് കൈറ്റിൻ. ഓക്കെ, ദെൻ ഓൺ hydrolysis with mineral acids is give glucosamine and acetic acid. Okay, അപ്പോൾ ഇത് ഹൈഡ്രോലൈസ് ചെയ്ത് കഴിയുമ്പോൾ ഗ്ലൂക്കോസാമിനും അസറ്റിക് ആസിഡ്സും ആണ് ഉണ്ടാവുക. Then chitin is decomposed to N-acetyl glucosamine by chitinase enzyme present in the gastric juice of snail or some bacteria. അപ്പോൾ നമുക്കറിയാം, നമ്മൾ ചെമ്മീൻ്റെ കവറൊന്നും നമ്മൾ കഴിക്കില്ല അല്ലേ? ചെമ്മീൻ്റെ ഒക്കെ എക്സോസ്കെൽട്ടൻ അത് കഴിക്കില്ല, കാരണം നമ്മുടെ ബോഡിയിൽ അത് ഡൈജസ്റ്റ് ചെയ്യാനുള്ള എൻസൈംസ് കുറവായിരിക്കും. ഇത് കൂടുതലായിട്ടും ഗാസ്ട്രിക് ജ്യൂസ് ഓഫ് സ്നെയിൽസ് അതേപോലെ തന്നെ ബാക്ടീരിയയിലൊക്കെ ആയിരിക്കും ഈ കൈറ്റിനേസ് എന്ന് പറയുന്ന എൻസൈംസ് കൂടുതലായിട്ട് കാണുന്നത്. ഓക്കെ, ദെൻ ഇതാണ് കൈറ്റിൻ എന്ന് പറയുന്നത്. ഇത് കൂടുതലും N-അസറ്റൈൽ ഗ്ലൂക്കോസാമിൻ സെക്കൻഡ് ഗ്രൂപ്പിൽ കണ്ടോ. എവിടെയാണ് നമ്മൾ പറഞ്ഞത്? സെക്കൻഡ് കാർബൺ ആറ്റമിൽ എന്താ വരുന്നത്? N-അസറ്റൈൽ ഗ്ലൂക്കോസാമിൻ റീപ്ലേസ് ചെയ്തിരിക്കുകയാണ്. ക്ലിയർ? ഇവിടെ ലിങ്കേജ് വരുന്നത് β14 ലിങ്കേജ് ആണ്. β14 ലിങ്കേജ്. അടുത്താണ് ഇനുലിൻ എന്ന് പറയുന്നത്. ഇനുലിൻ ഇത് മേജർ റിസർവ് കാർബോഹൈഡ്രേറ്റ് ഇൻ ട്യൂബേഴ്സ് ആണ്. ഡാലിയ ട്യൂബറുകളിലൊക്കെ എസ്പെഷ്യലി ഈ ഫ്ലവറിങ് പ്ലാന്റ്സിൻ്റെ ട്യൂബറുകളിലൊക്കെ കാണുന്നതാണ് ഇനുലിൻ എന്ന് പറയുന്നത്. ഇത് നോൺ ഷുഗർ വിത്ത് 30 to 35 ഫ്രക്ടോസ്. അപ്പോൾ ഇത്ര നേരം നമ്മൾ ഗ്ലൂക്കോസിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. കൈറ്റിൻ മാത്രമാണ് ഒരു എക്സെപ്ഷൻ വന്നത്. ബാക്കി നമ്മൾ സെല്ലുലോസ് എടുത്താലും ഗ്ലൈക്കോജൻ എടുത്താലും സ്റ്റാർച്ച് എടുത്താലും അത് ഗ്ലൂക്കോസ് ആണ് അതിൻ്റെ മെയിൻ ആയിട്ടുള്ള കമ്പോണൻറ്റ് വരുന്നത്. ഇനുലിൻ വരുമ്പോൾ ഫ്രക്ടോസ് ആണ്, അത് ഓർത്ത് വെക്കുക. മോളിക്കുലർ വെയിറ്റ് അറൗണ്ട് 5000 അടുത്ത് വരും. 6 കാർബൺ ആറ്റം ആർ സിറ്റുവേറ്റഡ് ഇൻ 5 മെമ്പേർഡ് ഫ്യൂരനോസ് റിംഗ് ആണ്. ഫ്യൂരനോസ് റിംഗിലാണ് ഇത് വരുന്ന അറ്റാച്ച് ചെയ്തിരിക്കുന്നത്.
On hydrolysis of inulin, small amount of glucose in addition to fructose molecules. ഇത് ഫ്യൂരിനോസ് റിംഗ് ആയതുകൊണ്ട് സ്മോൾ എമൗണ്ട് ഓഫ് ഗ്ലൂക്കോസ് ഇവിടെ എക്സ്പെക്ട് ചെയ്യും കണ്ടോ. അപ്പോൾ ഫ്യൂരിനോസ് റിംഗിലാണ് 6 കാർബൺസ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ഫൈൻ. Then it is white powder insoluble in cold water. കോൾഡ് വാട്ടറിൽ ഇൻസോലുബിൾ ആയിരിക്കും. സോലുബിൾ ഇൻ വാം വാട്ടർ ഫ്രോം കൊളോയിഡ് സൊല്യൂഷൻ. കൊളോയിഡ് സൊല്യൂഷൻസ് ഉണ്ടാക്കും. ഇറ്റ് ഡസ് നോട്ട് ഗിവ് എനി കളർ വിത്ത് അയഡിൻ. അപ്പോൾ നമ്മൾ സെല്ലുലോസ് പറഞ്ഞ പോലെ തന്നെ ഇതൊരു കളറും അയഡിനുമായിട്ട് കളറൊന്നും പ്രൊഡ്യൂസ് ചെയ്യില്ല. ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ഫിസിയോളജിക്കൽ ഇൻവെസ്റ്റിഗേഷൻ ഫോർ ഡിറ്റർമൈൻ റേറ്റ് ഓഫ് ഗ്ലോമറുലാർ ഫിൽട്രേഷൻ. ഗ്ലോമറുലാർ ഫിൽട്രേഷനെ ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഹോമോപോളിസാക്രൈഡ് ആണ് ഇനുലിൻ എന്ന് പറയുന്നത്. ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഹോമോപോളിസാക്രൈഡ് ആണ് ഇനുലിൻ. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഹോമോപോളിസാക്രൈഡ്സിൽ പറയാനുള്ള. ഹോമോപോളിസാക്രൈഡ്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിന് നമുക്ക് ക്വസ്റ്റ്യൻസ് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. മറക്കാണ്ട് പഠിക്കുക. എന്തായാലും ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഹോമോപോളിസാക്രൈഡ്സ് അല്ലെങ്കിൽ ഹെറ്ററോപോളിസാക്രൈഡ്സ് എന്ന് എക്സ്പെക്ട് ചെയ്യാം. അതിൽ തന്നെ ഹോമോപോളിസാക്രൈഡ്സ് ആണ് കൂടുതലായിട്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരിക. ഓക്കെ, ദെൻ ഏതൊക്കെയാണ് ഹോമോപോളിസാക്രൈഡ്സിൽ വരിക? സ്റ്റാർച്ച് ആണ്. ദെൻ രണ്ടാമത്തേത് ഏതാ വരുന്നത്? നമ്മൾ പറഞ്ഞത് സ്റ്റാർച്ചിൽ തന്നെ 2 ഹോമോപോളിസാക്രൈഡ് ജോയിൻ ചെയ്തിട്ടാണ് വരുന്നത്, അമൈലോസും അമൈലോപെക്റ്റിനും. അമൈലോപെക്റ്റിൻ 80% ആണ്, അമൈലോസ് 20% ആണ്. ദെൻ ഗ്ലൈക്കോജൻ ആണ് അടുത്ത പോളിസാക്രൈഡ്. ഇതിൽ ഗ്ലൂക്കോസ് ആണ് മോണോമറിക് യൂണിറ്റ് എന്ന് പറയുന്നത്. എനിമൽ സ്റ്റാർച്ച് എന്ന് പറയുന്നു. കൂടുതലായിട്ടും ലിവറിലും മസിൽസ് ഓഫ് എനിമൽസിലും ആണ് കാണപ്പെടുന്നത്. നോൺ റെഡ്യൂസിങ് ആണ്. ദെൻ അടുത്തത് വരുന്നത് സെല്ലുലോസ് ആണ്. ഇതിലും ഗ്ലൂക്കോസ് ആണ് മോണോമറിക് യൂണിറ്റ് എന്ന് പറയുന്നത്. പക്ഷെ ഹൈഡ്രോലൈസ് ചെയ്യാൻ ഭയങ്കര പാടാണ്, അത് ഓർത്ത് വയ്ക്കാം. ഇനേർട്ടായിട്ടുള്ള ഒരു പോളിസാക്രൈഡ് ആണ് സെല്ലുലോസ്. പിന്നെ റൂമിനൻസിൽ സെല്ലുലൈസ് എൻസൈം ഉള്ളതുകൊണ്ട് അവർക്ക് ഇതിനെ ഡൈജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ദെൻ കൈറ്റിൻ മോണോമറിക് യൂണിറ്റ് N-അസറ്റൈൽ ഗ്ലൂക്കോസാമിൻ, ലിങ്കേജ് β14 ലിങ്കേജ് ഓർത്ത് വെക്കണം, ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുള്ളതാണ് കേട്ടോ. ദെൻ N-അസറ്റൈൽ അമിനോ ഗ്രൂപ്പാണ് എവിടെ വരുന്നത്? സെക്കൻഡ് കാർബണിൻ്റെ βD ഗ്ലൂക്കോസിൻ്റെ സെക്കൻഡ് കാർബണിൽ N-അസറ്റൈൽ ഗ്ലൂക്കോസാമിനാണ് അവിടെ വന്നിരിക്കുന്നത്. ദെൻ ഇത് കൂടുതലായി കാണുന്നത് ഇൻസെക്ട്സിലും ക്രസ്റ്റേഷ്യൻസിലും ആണ്. അതേപോലെ തന്നെ ഫംഗസിൻ്റെ വോളിലും ഇത് കാണുന്നുണ്ട്. ഓക്കെ, ക്ലിയർ? ദെൻ കൈറ്റിനേസ് എന്ന് പറയുന്ന എൻസൈം ഉണ്ടെങ്കിലാണ് ഇത് ഡൈജസ്റ്റ് ചെയ്യാനായിട്ട് എളുപ്പമാവുകയുള്ളൂ. അടുത്തതാണ് ഇനുലിൻ. ഫ്രക്ടോസ് മോണോമറിക് യൂണിറ്റ് വരുന്ന ഒരു പോളിസാക്രൈഡ് ആണ് ഇനുലിൻ. ട്യൂബേഴ്സുകൾ എസ്പെഷ്യലി ഡാലിയ ട്യൂബറിലൊക്കെയാണ് കാണുക. ഇത് ഫ്യൂരിനോസ് റിംഗിൽ 5 മെമ്പേർഡ് ആയിട്ടുള്ള ഫ്യൂരിനോസ് റിംഗിൽ 6 കാർബൺ അറ്റാച്ച് ചെയ്ത പോലെയാണ് ഇനുലിൻ്റെ സ്ട്രക്ചർ വരുന്നത്. ദെൻ ഇത് എന്താണ്? ഫിസിയോളജിക്കൽ ഇൻവെസ്റ്റിഗേഷൻ ഗ്ലോമറുലാർ ഫിൽട്രേഷൻ്റെ റേറ്റ് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ഹോമോപോളിസാക്രൈഡ്സിൽ പറയാനുള്ളത്. അടുത്ത നമുക്ക് പറയാനുള്ളത് ഹെറ്ററോപോളിസാക്രൈഡ് ആണ്. അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പറയാം. അപ്പോൾ എല്ലാവർക്കും ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.